എല്ലാത്തിനും നല്ല ഫസ്റ്റ് മരുന്ന്. ഇപ്പോൾ സംഭവം 15 ദിവസം വെക്കണം അല്ലേ? എന്നാക്കി ചോദിച്ചോടാ ഇത് കൈപ്പനല. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് കൃഷിയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഏലം കൃഷിയൊക്കെ ഉള്ള ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമുണ്ട്. കാരണം മരുന്ന് വാങ്ങിക്കാനും വളപിടിക്കാനും ഒക്കെ ഇപ്പം വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം വളരെയധികം ഒരു പ്രശ്നമായിട്ട് കണ്ടുവരുന്നതാണ് തണ്ടുതുരപ്പൻ അല്ലേ? തണ്ടുതുരപ്പൻ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് നേരിടാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു മരുന്ന് നമ്മളിവിടെ നമ്മുടെ സുഹൃത്താണ് ഇത് പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രീതികളും എല്ലാം നമ്മളിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്നാക്കി ചോദിച്ചോടാ ഇത് കൈപ്പനല, ചാണകം, വേപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്. കേട്ടിട്ട് എത്ര ദിവസം ഇടണം ഇത്? ഒരു 15 ദിവസം ഇട്ടാൽ മതി. സ്മെല്ലുണ്ട് കേട്ടോ, പക്ഷെ വലുതായിട്ടില്ല. സ്മെല്ല് വേണമല്ലോ. എന്നാക്കിയായിരുന്നത് നമ്മൾ പറഞ്ഞു? ഇത് ചാണകം, വേപ്പമണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, കൈപ്പനല. 15 ദിവസം വെക്കണം അല്ലേ? വേറെ 2-3 കൂട്ടം മരുന്ന് പറഞ്ഞു. തണ്ടുതുരപ്പൻ, വേരുപുഴു, പിന്നെ അഴുകല്, എല്ലാത്തിനും നല്ല ഫസ്റ്റ് മരുന്ന്. ഇപ്പോൾ സംഭവം 15 ദിവസം വെക്കണം അല്ലേ? മതിയല്ലോ. നമ്മൾ ഈ തണ്ടുതുരപ്പൻ, ഏലത്തിന് പിടിക്കുന്ന തണ്ടുതുരപ്പൻ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടോണം. ഇതാണ്, ഇതുണ്ടോ? ഇതാണ് തണ്ടുതുരപ്പൻ. വേറെ ഏതാ? ഈ മരുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ തണ്ടുതുരപ്പനൊക്കെ പോവോ? ഇത് കണ്ടോ പുഴു? ഇതാണ് തണ്ടുതുരപ്പൻ. ഇതാണ് സാധനം അല്ലേ? ഇത് എല്ലാ സർവ്വ ഇതിനും ഒഴിക്കാം. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കൊടി, കാപ്പി, ഏലം. ഏലത്തിനാണ് മെയിനായിട്ട് കൂടുതലായിട്ടും നോക്കുന്നത്. കാരണം ഇത് ഉണ്ടാകാതിരിക്കാൻ. വെരുപുഴുവിന് കുഴിക്കും എല്ലാത്തിനും നല്ലതായിട്ട്. വളമായിട്ടെന്ന് പറഞ്ഞാൽ പച്ചച്ചാണകവും ഇച്ചിരി വേപ്പ് മണ്ണാക്കും ഇച്ചിരി കള്ളപ്പിണ്ണാക്കൂടെ ചേർത്തിട്ടാൽ മതി. അതൊരു 15 ദിവസം തന്നെ വേണമെന്നില്ല. ഒരു 7 ദിവസം മുതൽ 15 ദിവസം വരെ ആവാം. വളമായിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കാം അല്ലേ? തന്നെ ഇട്ടാൽ മരുന്നായിട്ട് തന്നെ ഫുള്ളായിട്ട് ഉപയോഗിക്കാം. തണ്ടുതുരപ്പിന് എല്ലാത്തിനും നല്ലതാണ്. കോരി അടിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്യുകയോ കോരി ഒഴിക്കുകയോ എന്ത് വേണം ചെയ്യാം. ഇതിപ്പം വലിയ ഒക്കത്തല്ലേ, 10-20 ലിറ്റർ ഉണ്ട്. എന്തോരം ഉണ്ട്? എന്തോരം അടിക്കണം ചേട്ടാ? 10 ലിറ്റർ വെച്ച് വെച്ചാലും കുഴപ്പമില്ല. വലിയ കുറവില്ലല്ലേ? ഇത് ഒരു വർഷം എത്ര പ്രാവശ്യം ചെയ്യണം? ഇതൊരു 2 പ്രാവശ്യം. കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ലതല്ലേ ഇത്? എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. നമ്മൾ സാധാരണ ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്യുന്നു. എത്ര പ്രാവശ്യം ചെയ്താലും കുഴപ്പമില്ല. അത്രയ്ക്ക് നല്ലതാണല്ലേ? അത്ര നല്ലതാണ്.
മതിയല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഏലത്തിന് മാത്രമല്ല എല്ലാത്തിനും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, സീ യു.